ഇന്ന് പറയുന്നത് എൻ്റെ കഥകളെക്കുറിച്ചാണ്, കഥാരചനയെക്കുറിച്ചാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ രീതികളെക്കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ കുറച്ചിടെയായിട്ട് എൻ്റെ കഥകൾക്കെതിരെ എന്നല്ല, കഥകൾ വായിച്ചതിന് ശേഷം വരുന്ന ചില അഭിപ്രായങ്ങളാണ്. അത് വായിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ അക്ഷരത്തെറ്റുകളുണ്ട്, ഗ്രാമർ മിസ്റ്റേക്സൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കഥയെക്കുറിച്ച് ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇറിറ്റേറ്റഡ് ആകുന്നു, വായിക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ സാരമായിട്ട് കാണാൻ സാധിക്കുന്നത്, എല്ലാവരും പറയുന്നതിൻ്റെ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ആ ഇറിറ്റേഷനെ ഞാൻ വില വയ്ക്കുന്നു, അതിനെ അംഗീകരിക്കുന്നു. ഇനി അതിന് എന്തുകൊണ്ട് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് എൻ്റെ കഥകൾ എന്താണ് എന്ന് ഞാൻ പറയാം. എൻ്റെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യകാലത്ത് നമ്മൾ ഹൃദയം കൊണ്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, പിന്നീടത് മൈൻഡ് കൊണ്ട് എഴുതാറായി, മനസ്സുകൊണ്ട്. ഇപ്പോൾ അത് ബ്രെയിനിലേക്കായിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ജസ്റ്റ് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്നതിന് ശേഷം ഈ ബ്രെയിൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ബ്രെയിനിലോട്ട് എത്തി നിൽക്കത്തില്ല, ഹൃദയത്തിൽ നിന്ന് മനസ്സ് വഴി ബ്രെയിനിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഒക്കെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന് എഴുതുന്ന ഒരു ആളാണ് ഞാൻ എന്ന് ഏറ്റവും സിമ്പിളായിട്ട് പറയാം. പിന്നെ പരിണാമത്തെക്കുറിച്ചും ആന്ത്രോപോളജിയെക്കുറിച്ചും ഒക്കെ കുറച്ച് അറിവ് ഉണ്ടാകണം. അത് വൈകാതെ വരും. അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരിലോട്ടും എത്തിക്കൊള്ളും. എന്ന് വെച്ച് പരിണാമം, ആന്ത്രോപോളജിയൊക്കെ പഠിച്ച ചില ആൾക്കാർ കാണും, അതെല്ലാം ദൈവം തന്ന കഴിവുകളാണെന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ ഞാൻ പറയുന്നില്ല. ഈ റോക്കറ്റ് വിടാൻ നേരത്ത് പ്രാർത്ഥിച്ചിട്ട് വിടുന്ന ആൾക്കാരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിണാമക്കാരും ആന്ത്രോപോളജിക്കാരും ഒന്നും വന്നിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പരിണാമത്തെയും അതുപോലെ തന്നെ ആന്ത്രോപോളജിയൊക്കെ മനസ്സിലാക്കിയ ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇതേതോ മഹത്തായ സാധനമാണ്, നമുക്ക് പഴഞ്ചൻ മോഡലിൽ ജീവിക്കാം, അതൊരു സൈഡിൽ, അത് പുതിയ സാധനമായതുകൊണ്ട് അത് ഷെൽഫിലിരിക്കട്ടെ എന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊന്നും പറയാനില്ല. അവർക്ക് പറ്റിയ ഒന്നും എൻ്റെ കയ്യിലില്ല. അവർ വിവരം വെച്ചതിന് ശേഷം വരിക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഇതൊക്കെ ബേസിക്സാണ്. എൻ്റെ കഥ വായിക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടൊന്നും കഷ്ടപ്പെടുകയൊന്നും വേണ്ട, അത് പതുക്കെ ആളുകളിലേക്ക് എത്തിക്കൊള്ളും, പ്രശ്നമില്ല. എങ്കിലും അത് ആളുകളിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാനൊക്കെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത്? അപ്പോൾ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബ്രെയിനിൻ്റെ കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞത് ഈ പരിണാമം, ആന്ത്രോപോളജി എന്താ, ഒരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. അതായത് നമ്മൾ പരിണാമപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ പല ഡിസ്കവറീസും പറ്റിയും പറയുമ്പോഴും ചിന്തിക്കുമ്പോഴൊക്കെ ആദ്യം ഫിസിക്സുകാരെയാണ് ആശ്രയിക്കാറ്. പക്ഷെ ഞാൻ പറയുന്നത് ഫിസിക്സുകാരെ ആശ്രയിക്കാം, കെമിസ്ട്രിക്കാരെ ആശ്രയിക്കാം, ഒക്കെ ശരി. പക്ഷേ ബയോളജിക്കാരെയും കൂടെ ആശ്രയിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ഒരു ചരിത്രം, പ്രപഞ്ചത്തിൻ്റെ ഒരു ചരിത്രം ഒക്കെ അതിൻ്റേതായ രീതിയിൽ ആധുനികമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു ബയോളജിസ്റ്റ് എന്ന് പറയാമോയെന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു ബയോളജിസ്റ്റ് കൂടി വേണം. എല്ലാവരും ഫിസിക്സുകാരെ പിടിക്കും. അപ്പോൾ ഫിസിക്സ് വെച്ച് ഓക്കെയാണ്
പല ഡിസ്കവറീസും നടത്തുന്ന ഫിസിക്സുകാരാണ്. പക്ഷേ അതിന് ചില ഡ്രോബാക്സ് കാണപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഞാൻ ആളൊന്നുമല്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുന്ന എൻ്റെ കഥകൾക്ക് ആവശ്യമായ വിവരങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഡീപ്പ് നോളജുള്ള ആളല്ല. ഡീപ്പ് നോളജുള്ള ആൾക്കാരെല്ലാം ഇനി വരും. അത് ഞാൻ വന്ന് ഇത് പോപ്പുലറാക്കി, എൻ്റെ കഥകൾ പോപ്പുലറായതിനു ശേഷമേ ഉള്ളൂ അവർക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ആ നോളജൊക്കെ പെട്ടിയിലിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഈ പ്രപഞ്ചം എന്നുണ്ടായി, എപ്പോൾ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ പ്രപഞ്ചം ഉണ്ടായി എന്ന് ഉണ്ടായി അതുപോലെ തന്നെ അവസാനിച്ചു എന്നൊക്കെയുള്ളത് നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് ഉദിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനപ്പുറത്തോട്ട് നമ്മൾ ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നിലനിൽക്കേ അതിനപ്പുറത്തോട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. പ്രപഞ്ചം ഒരിക്കലും ഉണ്ടായിട്ടില്ല, അത് ഉള്ളതാണ് എന്നുള്ളതാണ്. അതിപ്പം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമാണ്, പക്ഷേ എന്നാൽ ഇച്ചിരി പാടുമാണ്. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കൽ നമ്മൾ നടത്തുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിനും ജീവിത വീക്ഷണങ്ങൾക്കും എല്ലാം മൊത്തത്തിൽ മാറ്റങ്ങൾ, വളരെ വലിയ മാറ്റങ്ങൾ വരും. ലൈഫ് കുറച്ചുകൂടെ ഈസി ആവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ മനസ്സിലാക്കുന്നതോടുകൂടി ഒരു മേഖലയിലല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും ആ മാറ്റം വരും. അപ്പോൾ അത് വന്നു തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. ഒരുപക്ഷെ നമ്മളാരും പോലും അറിയാണ്ട് നമ്മളും ജീവിതങ്ങളിലുള്ള നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത വീക്ഷണങ്ങളും എല്ലാം പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാകാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യം, പ്രപഞ്ചം ഉണ്ടായതല്ല, ഉള്ളതാണ് എന്നുള്ളത്, അതിപ്പോഴും പ്രപഞ്ചം ഇപ്പോഴും എന്തോ പറയുന്നേ, അതിനൊരു പേര് പറയുമല്ലോ, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസിച്ചുകൊണ്ടിരിക്കുകയെന്നല്ല പറയേണ്ടത്, ശരിയാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞാലത് മാറിപ്പോകും. അതായത് പ്രപഞ്ചം ഉണ്ടായതല്ല, അത് അവസാനിക്കുകയുമില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. മാറ്റം ആണ് നമുക്കെടുക്കേണ്ട പോയിൻ്റ്. അല്ലാണ്ട് ഉണ്ടായോ എന്ന് അവസാനിക്കും, എന്നുണ്ടായി എന്ന് അവസാനിക്കും, എങ്ങനെ ഉണ്ടായി എങ്ങനെ അവസാനിക്കും എന്നുള്ളതല്ല. അതിലെ മാറ്റങ്ങളാണ്. പ്രപഞ്ചത്തിന് മാറ്റങ്ങളേ ഉള്ളൂ. അത് ഉണ്ടായിട്ടുമില്ല, അവസാനിക്കാനും പോകുന്നില്ല. പ്രപഞ്ചത്തിന് മാറ്റങ്ങളേ ഉള്ളൂ. ആ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ. അതാണ് നമ്മൾ പുതിയ മൂല്യത്തോട് ചേർത്ത് എടുക്കേണ്ട കാര്യം. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള മനസ്സിലാക്കലുകളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ലോകത്താകമാനം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെയൊക്കെ ലൈഫിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ അത് പൂർണ്ണമാകട്ടെ. ലൈഫ് കുറച്ചുകൂടെ ഈസി ആവും എന്നുള്ളതാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാവും എന്നൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇതിനെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കരുത്. ചിന്തിക്കുമ്പോൾ ഒരുപാട് ഡ്രോബാക്സ് കാണാം. ഫിലോസഫി ഇതിൽ നിന്നും ഫാർ ബെറ്ററാണ്. ഫിലോസഫിയാണ് ഹൃദയത്തിൻ്റെ ഭാഷ. അവിടെ നിന്ന് നമ്മൾ മാറി സൈക്കോളജി മനസ്സിൻ്റെ ഭാഷ ആയി, ഇപ്പോൾ അത് ബ്രെയിനിൻ്റെ ഭാഷയായി പരിണാമം. അപ്പോൾ അതാണ്. അപ്പം ഈ മാറ്റങ്ങൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ കഥകളിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിതെങ്ങനെ ഇതിലോട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്വതവേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാവാം, എൻ്റെ തലച്ചോറ് കൊണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ശിക്ഷണങ്ങൾ കൊണ്ടാവാം, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് എനിക്കിങ്ങനെ ഒരു ലാഞ്ചന ഇത്തരം കഥകൾ എഴുതാനുള്ള, ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ആശയം വരുന്ന കഥകൾ, ആ ആശയങ്ങളോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം പരിണാമത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ആന്ത്രോപോളജിയെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയോ ഒന്നും ഒരു അറിവില്ലാത്തതുകൊണ്ട് അതൊന്നും അതിൻ്റേതായ രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോഴും ഞാൻ കഥകൾ എഴുതുമ്പോൾ ഫിലോസഫിക്കലായി പോകുമായിരുന്നു, സൈക്കോളജിക്കലായിട്ടും പോകുമായിരുന്നു. അത് പിന്നീട് ഏറ്റവും അവസാനമാണ് ഞാനിതെല്ലാം അറിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആശയങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഞാൻ കഥകൾ എഴുതുകയും ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ
എൻ്റെ അമർ എന്ന കഥ എഴുതി തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഈ പരിണാമമായിട്ട് ബന്ധപ്പെട്ട്, പരിണാമം എന്ന് ഞാൻ പറയുമ്പോൾ ബയോളജി എന്ന സബ്ജക്റ്റുമായിട്ട് എനിക്ക് അത്രയധികം ബന്ധമുണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ കാര്യങ്ങളിൽ നിന്ന് സ്പെഷ്യലിസ്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പരിണാമപരമായിട്ട് മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആന്ത്രോപോളജിയൊക്കെ പഠിക്കുമ്പോൾ മനുഷ്യരെങ്ങനെയായിരിക്കും, മനുഷ്യൻ്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു ജീവിതക്രമം, അതായത് ഇനി വരേണ്ടത്, ഇനി വരാനിരിക്കുന്നത്, ഇനി വരാനിരിക്കുന്ന ഒരു ജീവിത ചര്യകളിൽ നിന്ന്, മനുഷ്യൻ്റെ ജീവിതചര്യകളിൽ നിന്ന് നമുക്ക് ഉരുത്തിരിയിക്കാൻ പറ്റുന്ന കഥകൾ, കാര്യങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള എലമെൻറ്റുകളെല്ലാം ചേർത്താണ്. അതായത് ഇനി നമുക്കിത്രയും, അതായത് ഇത്രയേ ഉള്ളൂ, നമുക്കിത്രയും എബിലിറ്റിയും കഴിവുകളും ഉണ്ട്. സോ നമുക്കിങ്ങനെ പ്രവർത്തിക്കാം, ഇങ്ങനെ ചെയ്തു നോക്കാം, ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ, നമ്മുടെ നോളജും ബുദ്ധിയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ലേ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ അതിനെ ഡീൽ ചെയ്യും, എന്തൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തൊക്കെ സംഭവിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചാണ് ഞാൻ കഥകൾ എഴുതുന്നത്. അപ്പോൾ ഒരിക്കലും ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഥകളെ സമീപിച്ച് അതിനോട് പൊരുത്തപ്പെടുവാൻ ബുദ്ധിമുട്ടായിരിക്കും. സൈക്കോളജിക്കലായിട്ടാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് പരിണാമം, ആന്ത്രോപോളജിയൊക്കെ അറിയാവുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിയാവുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്കുള്ള ആൾ എന്നുള്ളതല്ല അർത്ഥം. മാർക്കുണ്ടായാൽ തലയ്ക്കകത്ത് വിവരം വരില്ല. അപ്പോൾ ആ വിഷയങ്ങളിലോട്ട് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. ഞാൻ എൻ്റെ വശത്തു നിന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത്രയും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഉള്ളൂ. ഇനിയിപ്പം ഫിലോസഫിക്കാർക്കാണെങ്കിലും സൈക്കോളജിക്കാർക്കാണെങ്കിലും എൻ്റെ കഥകൾ വായിക്കാം, അതിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാനൊന്നുമില്ല. അത് അവനവൻ്റെ തലച്ചോറ് വെച്ച് ഓരോ ആളുകളും തീരുമാനിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ തലച്ചോറിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനൊരു വിലയിടാൻ ഞാനില്ല. ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷേ വിലയിടാൻ ഞാനില്ല. അത് നിങ്ങൾക്കേ ഉള്ളൂ അറിയത്തുള്ളൂ, നിങ്ങളുടെ തലച്ചോറിൻ്റെ എബിലിറ്റി. അതിൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ഇത് ചെയ്യും. ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ കഥയോട് വരുന്ന ആശയങ്ങൾ, കഥ വായിച്ചിട്ട് ആളുകൾ പറയുന്ന അഭിപ്രായത്തെ പ്രതി ഞാൻ പറയുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ജനറലായിട്ട് അറിഞ്ഞിരുന്നെങ്കിലേ ഉള്ളൂ എൻ്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തുള്ളൂ, അതിലൂടെ കടന്നു പോയി അതിനെ ഇഷ്ടപ്പെടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇന്ന് നമുക്കെല്ലാവർക്കും ജോലികളുണ്ട്, നമ്മൾ പൈസ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ അവൻ സ്വാതന്ത്ര്യത്തോടെ എന്തും ചെയ്ത് ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കഥ ബുദ്ധിമുട്ടാവും. കാരണം അങ്ങനെ കൂടി ഉള്ള ആ ഒരു ആശയം കൂടി ഞാൻ എൻ്റെ കഥകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പം വിവരിക്കുമ്പോൾ ഇങ്ങനെ ലേറ്റ് ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തോ പറയണം, ഇത് നമ്മൾ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്ന, ഞാൻ ഈ പറയുന്നതിൻ്റെ ഫോം എന്ന് പറയുന്ന എൻ്റെ കഥകൾ തന്നെയാണ്. അപ്പോൾ അത് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വിവരിക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതാണ്. അപ്പം ഇങ്ങനെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അവരവരുടേതായ സ്വന്തം ചിന്തകളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ
അത്തരം കാര്യങ്ങളിൽ അത്തരം ഒരു ലൈഫിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാർ ഇനി ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം, ഇനി കടന്നു പോകും കൂടുതലായിട്ടും. അപ്പം അത്തരം ആളുകൾക്കും എൻ്റെ കഥകൾ വായിച്ചാൽ ഇഷ്ടപ്പെടും. അതല്ലാതെ ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എൻ്റെ കഥകൾ വായിച്ചാൽ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ അപ്പോൾ അങ്ങനെ എന്താ പറയണേ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരാളാണ് എൻ്റെ കഥ വായിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആധുനികമായ ഒരു കഥയാണ് എൻ്റെ. അപ്പോൾ അതിൽ ആധുനിക മൂല്യങ്ങളുണ്ട്. ആധുനിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് എൻ്റെ കഥകളും കഥാപാത്രങ്ങളും എല്ലാം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക്. ഈ ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ഇനി അടുത്തൊരു സെറ്റ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പല ആൾക്കാരും കടന്ന് പെടാപ്പാട് വിടുകയാണ് പാൻ ഇന്ത്യൻ കഥകൾ, സിനിമകൾ തയ്യാറാക്കുവാൻ. എൻ്റെ കഥകളെല്ലാം സിനിമയാക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സിനിമാറ്റിക് ഒരു രൂപം കൂടിയുണ്ട് അതിന്. അപ്പോൾ ഒരു ഏകദേശം ഒരു തിരക്കഥാ ലൈനിലാണ് എൻ്റെ കഥകളൊക്കെ പോകുന്നത്, സിനിമാറ്റിക്കാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് പാൻ ഇന്ത്യ ആക്കാനും പാൻ വേൾഡ് ആക്കാനും ഒക്കെ എല്ലാവരും കടന്ന് പെടാപ്പാട് വിടുകയാണ്. എല്ലാ ലോകത്തിലെ എവിടെ ചെന്നാലും ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു കഥ തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല. ഇപ്പോൾ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക. അതിന് ആരെഴുതും, എങ്ങനെ എഴുതും, എന്തെഴുതുമെന്നൊന്നും അറിയത്തില്ല. കാരണം മനുഷ്യൻ്റെ ആധുനിക മൂല്യങ്ങളെക്കുറിച്ച് ഒരറിവുമില്ല. അതുകൊണ്ടാണ് ഈ കടന്ന് കഷ്ടപ്പെടുന്നത്. അവനവൻ്റെ ചുറ്റുപാടുമായിട്ടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. ആ ഒരു ചുറ്റുപാടിലുള്ള വളരെ ചെറിയ ലഘുവായ വളർച്ച പ്രാപിക്കാത്ത അറിവുകൾ മാത്രമേ ഉള്ളൂ. ആധുനിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തെല്ലായിടത്തും വാലിഡായിട്ടുള്ള കാര്യമാണ്, ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. അതെല്ലാവർക്കും മനസ്സിലാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഉണ്ടാവും. ഞാനൊക്കെ കഥ എഴുതുന്നത് അങ്ങനെയാണ്. എൻ്റെ കഥകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണേലും ഏതൊരു ഭാഷയിലുള്ള ആളെ വായിപ്പിച്ച് നോക്കിയാലും അവർക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്യും. പിന്നെ വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മലയാളികളായിട്ടിരിക്കുന്ന ആൾക്കാർ എൻ്റെ കഥകൾ മലയാളത്തിൽ വായിക്കുന്നത് പോലെ തന്നെ മറ്റു ഭാഷയിലെ ആളുകൾക്കും വായിക്കാൻ പറ്റും. അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും. ഒരു മാറ്റവും വരുത്തേണ്ടി വരില്ല. ജസ്റ്റ് ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു റൈറ്ററാണ് എന്നൊന്ന് മെൻഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും. അതിനെയും കൂടെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിനിമകളുടെ ഭാവിയെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള സിനിമ ഇറക്കിയാലും അത് ലോകത്തെല്ലായിടത്തും റിലീസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു നിലവാരത്തിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കഥകൾ ഞാൻ എഴുതുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആധുനിക മൂല്യങ്ങളെപ്പറ്റി അറിവുള്ള ഒരാൾക്കേ ഉള്ളൂ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു സിനിമ ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഓരോ ആൾക്കാർ പടാപ്പാട് വിടുന്നത് നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ലോകത്തിലെ എല്ലാവരുടെയും ഒരു കോമൺ ഇഷ്ടങ്ങളുടെ ഒരു കോമൺ ഫാക്ടർ എടുത്തിട്ട് അതിനെയാണ് നമ്മൾ കഥകളിൽ ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ചിലപ്പോൾ നമ്മളൊരു സങ്കലനം, ലോകത്തിൻ്റെ മൊത്തം ഒരു സങ്കലനം ഉപയോഗിക്കുന്നത് കൊണ്ട്, ഒരു ശരാശരി ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു അടുപ്പക്കുറവ് നിങ്ങൾക്ക് തോന്നാം. അതിപ്പോൾ ഞാൻ എഴുതി വരുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഞാനതിൽ എഴുതി പിടിപ്പിക്കുന്നു, എൻ്റെ ജീവിതമൊന്നുമല്ല ഞാൻ എഴുതി പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരുടെ ജീവിതമൊന്നും അതല്ല ഞാൻ എഴുതി പിടിപ്പിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, താല്പര്യമില്ലാത്ത കാര്യം, എനിക്ക് പറ്റാത്ത കാര്യമൊക്കെ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു ആശയത്തിന് ആവശ്യമായ രീതിയിൽ ആർക്ക് വായിച്ചാലും തെറ്റു പറയാത്ത രീതിയിൽ, ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതി വയ്ക്കുന്നതാണ് അത്. അപ്പം ഞാനും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ കഥയുമായിട്ട്, എൻ്റെ കഥകളുമായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചുകൂടെ വൈഡായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേനും തീരാവുന്ന പ്രശ്നമുള്ളൂ അതിന്.
അപ്പോൾ അതാണ്. പിന്നെ അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്ന കഥകൾ ഭാവിയിൽ സിനിമയാക്കാനുള്ളതാണ്. അത് ആ സിനിമ ലോകത്തിൽ എവിടെയാണെങ്കിലും റിലീസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥകൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു റീസണാണ്. എൻ്റെ കഥകൾക്ക് പിന്നിൽ ആ ഒരു റീസണുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം. ഇനിയൊന്ന് ആലോചിച്ച് നോക്കി, ഇനിയൊന്ന് എൻ്റെ കഥകൾ വായിച്ച് നോക്കി. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് എൻ്റെ കഥകളൊന്ന് വായിച്ച് നോക്കി. അപ്പോൾ എന്തുകൊണ്ട് ഞാനിങ്ങനെ എഴുതുന്നു എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ആ കഥകളിൽ എഴുതി വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരക്കഥയാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എൻ്റെ കഥകൾ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. തിരക്കഥയോട് ഏകദേശം സാമ്യമുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തിരക്കഥ എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സിനിമാറ്റിക് എന്ന് പറയുന്നത്. അതിലൊന്നുപോലും കുറയാത്ത രീതിയിൽ വേണം. അതിലൊരു വരി പോലും ഉപയോഗശൂന്യമല്ല. തിരക്കഥയിൽ വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിച്ച് നോക്കിയിട്ട് ഏതവസ്ഥയിലാണെങ്കിലും പെട്ടെന്ന് തിരക്കഥ എഴുതാൻ വിധത്തിലാണ് ഞാനത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് മറ്റു ഭാഷകളിലോട്ട് തർജ്ജിമ ചെയ്യുകയും വേണം. അപ്പോൾ അതിനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, ഇനി എന്തെങ്കിലും പുതിയ ഫാക്ടേഴ്സ് വരുവാണെങ്കിൽ പോലും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ആ കഥ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ സാരം. അല്ലാണ്ട് ഇനി എന്തെങ്കിലും മാറ്റം, ചേഞ്ചുകൾ ലോകത്തിലോ നമുക്കതിൽ വരുത്തേണ്ടയോ ഒക്കെ വരുമ്പോഴത്തേനും ഇത് മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ട് കീറിപ്പൊളിച്ചിട്ട് പിന്നെ ഒന്നേ തൊട്ട് എഴുതേണ്ടി വരരുത്. കഷ്ടമാണ് അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്പൂണാണേലും പാത്രമാണേലും എന്താ ചെയ്യുക? കഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് റീയൂസ് ചെയ്യും. അതല്ലാണ്ട് നമുക്ക് കഴുകി റീയൂസ് ചെയ്യാൻ പറ്റാത്തൊരു പാത്രമാണെങ്കിൽ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും പോയി വാങ്ങേണ്ടി വരില്ല എപ്പോഴും. അത് വേണ്ട. നമ്മൾ കൊള്ളാവുന്ന ഒരു പാത്രം, ഒരു സ്പൂണും വാങ്ങിച്ചിട്ട് അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി വീണ്ടും റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ കഥകളും. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പല പ്രശ്നങ്ങളും സാധാരണഗതിയിൽ സാധാരണ കഥകൾ വായിക്കുന്ന ആളുകൾക്ക് അതിൽ കണ്ടെത്താൻ പറ്റും. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ വായിക്കുമ്പോൾ ഇറിറ്റേഷനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോറടിക്കാം, പിന്നെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഒരു വൈഡായിട്ട് ചിന്തിക്കുക, ലോകത്തിനെ മുഴുവൻ എടുത്ത് ഒന്ന് ചിന്തിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ ഒരിക്കലും എൻ്റെ കഥകളെ തള്ളി പറയാൻ പറ്റില്ല. പിന്നെ അത്ര ഭംഗിയായിട്ടാണ് ഞാനത് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ഫിലോസഫിക്കലായിട്ടല്ലെന്നേ മനുഷ്യനെയും ലോകത്തെയും മനസ്സിലാക്കേണ്ടത്. അത് പഴയ ഒരു രീതിയാണ്. അങ്ങനെയല്ല ഞാനത് എഴുതി വെച്ചിരിക്കുന്നത്. ഈ ഫിലോസഫി കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ എൻ്റെ കഥകൾ വായിക്കുമ്പോഴത്തേനും ഇങ്ങനെ പറ്റാണ്ട് വരുന്നത്, പൊരുത്തപ്പെടാൻ പറ്റാണ്ട് വരുന്നത്. ഒരിക്കലും ഫിലോസഫിക്കാരോ സൈക്കോളജിക്കാരോ ഉദ്ദേശിക്കുന്നതുപോലെയല്ല എൻ്റെ കഥകളുടെ തുടക്കം, മധ്യഭാഗം, അവസാനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ കഥയൊന്ന് വായിച്ച് നോക്കുമ്പോൾ, തുടങ്ങുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ആ പണി നിർത്തും. പറ്റില്ല. പറ്റും. എപ്പോഴാ? ഞാൻ ഈ മുമ്പ് ഇത്രയും പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉള്ള ആ കാര്യങ്ങളിൽ നിങ്ങൾ പ്രഗത്ഭരായി കഴിയുമ്പോൾ പറ്റും. അന്നേരം എൻ്റെ വെടി തീരും. അതിലും മികച്ച സംഭവങ്ങളായിട്ട് ആൾക്കാർ വരും. അപ്പം ഞാൻ ഇത്തരം കഥകൾ എഴുതി ഇതിനെ ഒന്ന് പോപ്പുലർ ആക്കിയിട്ട് വേണം ഇനി ശാസ്ത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിൽ നോളജുള്ള ആളുകൾക്ക് അവരുടെ ആ ശാസ്ത്രത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് കഥകളും സിനിമകളും ഒക്കെ ഇറക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളതൊക്കെ പെട്ടിയിലിരിക്കത്തേ ഉള്ളൂ, ഒന്നും ഇറക്കാൻ പറ്റില്ല. അപ്പം
ഒക്കെ ഉള്ളൂ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറെ കാര്യം പറയും, ഈ എൻ്റെ കഥകളോട് അസഹിഷ്ണുത തോന്നുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ നിരീക്ഷിച്ച് നോക്കിയിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് കടന്നിട്ടല്ല. കുറേയധികം പരാതികൾ വരുമ്പോൾ നമ്മളിത് ഏത് സാഹചര്യത്തിൽ നിന്നും പരാതി തരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് കണ്ടെത്താൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ നന്നായിട്ട് വാൾപ്പയറ്റ് അറിയാവുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ പ്രശ്നം, നല്ലൊരു ഇരുമ്പ് കൂട്ടി നിന്നിട്ടാണ് ഈ പയറ്റ്. അവിടുന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് പയറ്റ് നടക്കുമ്പോഴത്തേനും ഈ ഇരുമ്പും കൂടെ കൂട്ടിമുട്ടുമ്പോഴത്തേനും തീപ്പൊരി വാറും. അത് കണ്ടിട്ടാണ് ഈ പറയുന്നത്. ആ കൂട് പൊളിച്ച് വെളിയിലോട്ടൊന്ന് വാളുമായിട്ട് ഇറങ്ങുക. അപ്പോൾ ഇഷ്ടം പോലെ പേര് വാളും കൊണ്ട് നിൽക്കുന്ന കാണുക. അവരൊക്കെ ആയിട്ടൊന്ന് പയറ്റി നോക്കുക, അന്നേരം മനസ്സിലാവും. ഇതിപ്പോൾ കൂടിൻ്റെ അകത്ത് കിടന്ന് പയറ്റുന്നതുകൊണ്ട് ആഞ്ഞ് പയറ്റുകയും ചെയ്യാം, പുറത്തുള്ള ആളുകൾക്കൊന്നും പറ്റത്തുമില്ല. അപ്പം അതുകൊണ്ട് ആഞ്ഞ് പയറ്റാം, തിരിച്ചിങ്ങോട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മൾ കൂട് പൊളിച്ച് വെളിയിൽ വരിക, വെളിയിൽ വന്നതിന് ശേഷം പബ്ലിക്കായിട്ടൊരു ഫൈറ്റ് നടത്തുക, അന്നേരം അറിയാം. അന്നേരം കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കേണ്ടി വരും, എങ്ങനെയൊക്കെ ജീവിതം അങ്ങനെയൊക്കെ മാറുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത്തരക്കാരാണ് ഈ പരാതികളൊക്കെ പറയുന്നത്. ഇപ്പോൾ പൊതുവേ എൻ്റെ കഥകളെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാവരോടും വളരെയധികം നന്ദിയും സന്തോഷമുണ്ട്. പിന്നെ കുറച്ചധികം ആൾക്കാർ അവർ സമയത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ ഒക്കെ പേരിൽ അതിനോട് പൊരുത്തപ്പെടാത്തവരുണ്ട്. അവരും സമയം പോലെ സാഹചര്യം പോലെ വരട്ടെ. പിന്നെയുള്ളത് ഇത്തരക്കാരാണ് അസഹിഷ്ണുതയുള്ള ആളുകൾ. അപ്പോൾ അവരെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഫിലോസഫിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും മാത്രം ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോകത്തില്ല. എൻ്റെ കഥകളോടുള്ള അസഹിഷ്ണുത തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോടും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എനിക്കത് പറയാൻ പറ്റും. കാരണം ഇതേ പ്രശ്നം തന്നെയാണ് ജീവിതത്തിലും. എൻ്റെ കഥകളോട് നിങ്ങൾക്ക് അസഹിഷ്ണുത തോന്നുകയാണെങ്കിൽ അതേ പ്രശ്നം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ട് എന്നുള്ളതാണ്. സംശയമുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്വയം ആത്മവിശകലനം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കാര്യങ്ങളെ ആധുനികമായ രീതിയിൽ മനസ്സിലാക്കാതെ ആധുനിക മൂല്യങ്ങളിൽ ഊന്നി പെരുമാറാതെ ജീവിക്കാതെ ഒക്കെയുള്ള ഇത് കാരണമാണ്. കാരണം ലോകത്തിൽ വരുന്ന മാറ്റങ്ങളുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അതിൻ്റെയാണ് ഈ അസഹിഷ്ണുതയൊക്കെ. ഇത് ഞാൻ ആരുടെയും ലൈഫിലോട്ട് കയറി ചെന്നിട്ട് ഒളിഞ്ഞു നോക്കി മനസ്സിലാക്കിയതൊന്നുമല്ല. ഞാൻ ലോകത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവർ സ്വയം ആത്മവിമർശനം നടത്തി നോക്കുക, ആത്മവിശകലനം നടത്തി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിന് പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നാളൊരു വീഡിയോ ഇതുപോലെ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഉൾപ്പെടാത്ത ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചെടുത്ത് പറയാനോ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയാനോ ഒന്നും സാധിക്കില്ല. ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ വരുമ്പോഴത്തേനും പതുക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 3 കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ പൊതുവേ ഇനി 4മതൊരു കൂട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർത്തും കഥകളോട് വിരക്തിയുള്ള ആളുകൾ എന്നുള്ളതാണ്. കഥകളെ തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത, നമ്മളെ താറടിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളില്ല ഇതുവരെ. എനിക്ക് അങ്ങനെയുള്ള പരാതികളൊന്നും വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ പോപ്പുലറായി കഴിയുമ്പോഴത്തേനും ഞാനും എൻ്റെ കഥകളും പോപ്പുലറായതിനു ശേഷം ഉണ്ടാവാം, അറിയില്ല, നോക്കാം. അപ്പോൾ എന്താണേലും ഈ എൻ്റെ കഥകളോട് അസഹിഷ്ണുതയുള്ളവർ വായിച്ചിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഒന്നുകൂടി ആത്മവിശകലനമൊക്കെ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും വായിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും വാലിഡായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അതിനൊന്നും ഒരു വാലിഡിറ്റി ഇല്ലാത്ത കാര്യമാണ്. അത് അപ്രസക്തമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് പറയുന്നതാണ് ശരി.
അപ്പോൾ അത് വാലിഡിറ്റി, അത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അതിന് തെളിവുകളുമുണ്ട്. പക്ഷെ അതിനൊന്നും ഇനി അങ്ങോട്ട് പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, പക്ഷേ അതിന് പ്രാധാന്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. ലോകം മാറിക്കഴിഞ്ഞു, അത് തിരിച്ചറിയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എൻ്റെ കഥകളിലോട്ട് ഇനി വരേണ്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ അറിവുകൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അപ്പോൾ അത്തരം സബ്ജക്റ്റുകളിലോട്ടൊക്കെ ശാസ്ത്രീയമായി ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് എൻ്റെ കഥകൾക്ക് ഇനി സംഭവിക്കേണ്ട മാറ്റങ്ങളൊക്കെ. അത് എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലോട്ടൊരു വഴി തുറക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഞാൻ പോപ്പുലറായി, എൻ്റെ കഥകൾ പോപ്പുലറായി കഴിഞ്ഞാൽ അതിലോട്ടൊരു വഴി ഉണ്ടാവും. അതിലോട്ടൊരു വഴി ഉണ്ടായാലേ ഉള്ളൂ ആ വഴിയിൽ ഇനി ആളുകൾക്ക് പുതിയ മാറ്റങ്ങളുമായിട്ട് വരാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാനൊരു തീർച്ചയായിട്ടും ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ്, എന്നെ കടന്നേ ഉള്ളൂ. ഇതിലും വലിയ എഴുത്തുകാർക്ക് പോകുവാനും സക്സസ് ആകുവാനും സാധിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ പോപ്പുലറാകണം, എൻ്റെ കഥകൾ പോപ്പുലറാകണം. അതിനുശേഷമേ ഉള്ളൂ ഇതിലും വലിയ ആളുകൾക്ക് സ്ഥാനമുള്ളൂ. ആരും വന്ന് എന്നെ മറിച്ചിടുമെന്നോ കടത്തി വിട്ടുമെന്നോ തോൽപ്പിക്കുമെന്നോ ഒന്നും ലെവലേശം എനിക്ക് പേടിയില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും മുൻപിലാണ്. പിന്നെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ശ്രദ്ധപ്പെട്ട എന്തോ പറയണേ, ഞാൻ കൂടുതലായിട്ടും എഴുതുന്നത് ആണിൻ്റെ കഥ, പെണ്ണിൻ്റെ കഥ, ആണിൻ്റെയും പെണ്ണിൻ്റെയും കഥ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതല്ലാണ്ട് നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തെറ്റിപ്പോയി, നാക്കുളുകി. മനസ്സിലായില്ലേ? അത് തന്നെ, ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല, വീണ്ടും പറഞ്ഞ് ശ്രമിക്കാം, പക്ഷേ റിസ്ക്കാണ്, പറഞ്ഞ് വീണ്ടും തെറ്റും ചിലപ്പോൾ. അപ്പോൾ ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആണും പെണ്ണും മാത്രമല്ല നമുക്ക് ലോകത്തിലുള്ളതെന്ന് നമുക്കറിയാം. നമ്മളുടെ പഴയ ഫിലോസഫി വെച്ചുള്ള അറിവാണ് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് രണ്ടും കലർന്ന ആളുകളുണ്ട്. പെണ്ണിനോട് അടുത്ത് നിൽക്കുന്ന ആണുണ്ട്, ആണിനോട് അടുത്ത് നിൽക്കുന്ന പെണ്ണുണ്ട്. അങ്ങനെ ഇതൊരു മഴവില്ല് പോലെയാണ്. മഴവില്ല് പോലെയാണെന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല, അപ്പം ഞാൻ എവിടെ കേട്ടതാണ്. എന്താണെങ്കിലും അപ്പോൾ അത്തരം ആളുകളെക്കുറിച്ചൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ആ മേഖലകളിലോട്ടൊക്കെയുള്ള യാത്ര എൻ്റെ കഥകളിൽ കുറവാണ്. എനിക്കതിനെപ്പറ്റി അറിവില്ല എന്നുള്ളതാണ്, അനുഭവങ്ങളില്ല. അതിനെപ്പറ്റി അറിവുണ്ട്, പക്ഷേ അറിവ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അറിവുണ്ട്, പക്ഷെ അത് പൂർണ്ണമാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അത്തരം ആളുകളുമായിട്ട് ഇടപഴകിയ അനുഭവമില്ല. അപ്പോൾ ചുമ്മാ ഞാൻ എന്തെങ്കിലും അടിച്ചു വിട്ട് കഴിഞ്ഞിട്ട് അത് കാര്യമില്ല. ഞാൻ എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ള ആളാണ്. ഞാൻ എഴുതിയിട്ട് മുങ്ങുന്ന ആളല്ല. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് എൻ്റെ കഥകളുടെ സഞ്ചാരം കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്തരം വ്യക്തികളുമായിട്ട്, മനുഷ്യരുമായിട്ടുള്ള അനുഭവം, പരിചയം ഇല്ല, കുറവാണ്. അതുകൊണ്ടൊക്കെയാണ്. പക്ഷേ അതിലോട്ടൊക്കെ ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, അതിനെക്കുറിച്ചുള്ള കഥകളൊക്കെ വരണമെങ്കിൽ ഞാനും എൻ്റെ കഥകളും പോപ്പുലറായതിന് ശേഷമുള്ളൂ അതിനൊക്കെ ഒരു പോപ്പുലാരിറ്റി കിട്ടത്തുള്ളൂ. കാരണം ആദ്യം ഇത് ആണിനെ പെണ്ണിനെ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇത്രയും കൊണ്ട് തൽക്കാലം ചുരുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥകളോട് അസഹിഷ്ണുതയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തോടുള്ള നിങ്ങളുടെ അസഹിഷ്ണുത തന്നെയാണ്. എന്തുകൊണ്ടാണ് അതെന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ലോകത്തിൽ വന്നിരിക്കുന്ന പുതിയ ആധുനിക മാറ്റങ്ങൾ, ആധുനിക മൂല്യങ്ങളോട് നിങ്ങൾ തോറ്റിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ്. അതിൻ്റെ ഒരു തെളിവാണ് നിങ്ങളുടെ അസഹിഷ്ണുത. അതെൻ്റെ കഥകളെയും ബാധിച്ചിരിക്കുന്നു എന്ന് സങ്കടകരമായിട്ട് ഞാനിപ്പോൾ പറയട്ടെ. എങ്കിലും നിങ്ങളുടെ തലച്ചോറുകളെ ക്രിട്ടിസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറുകളെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. എൻ്റെ തലച്ചോറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ
നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് പരിണാമങ്ങൾ സംഭവിക്കട്ടെ. ആ പരിണാമം സംഭവിക്കുന്നതിൻ്റെ ഗുണം എൻ്റെ കഥകൾ നിങ്ങൾ വായിക്കുന്നതിലൂടെ എനിക്കുണ്ടാകട്ടെ. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് വീഡിയോകളിൽ ഇതുപോലെ കാണാം. താങ്ക് യു.